എൻ്റെ ഈ നിപ്പ് കണ്ടിട്ട് എൻ്റെ വീട് കണ്ടവർക്ക് തോന്നും ഇവള് വീണ്ടും ഫോൺ എടുക്കാൻ പോയെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ മക്കള് സ്കൂൾ വിട്ട് വരുമ്പോൾ ചിലപ്പോൾ വീട്ടില് അമ്മയോ അച്ഛനോ ആരും കാണൂല. അപ്പോൾ പിക്ക് ചെയ്യാനായിട്ട് വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയായിരിക്കും കാണാറുള്ളത്. പലപ്പോഴും ചേച്ചിയെ വിളിക്കുമ്പോഴത്തേക്ക് ചേച്ചിയുടെ ചില അത്യാവശ്യ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഫോൺ പിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ മക്കളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവർക്കൊരു കുഞ്ഞു ഫോൺ മേടിച്ചത്. പിന്നെ ഇത് അവർക്ക് ഒരാൾക്കായിട്ട് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ 2-3 കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളും കൂടി മേടിക്കാമെന്ന് കരുതിയാണ് ഇവിടെ കയറിയത് കേട്ടോ. എന്തായാലും എൻ്റെ ഐഡിയ ഒക്കെ സക്സസ് ആയതുപോലെ ഞാൻ 3 കളിപ്പാട്ടങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന് പുറമെ തന്നെ ഫോണും അതുപോലെ തന്നെ പാക്ക് ചെയ്ത് മേടിച്ചു. പിന്നെ പോകുന്ന വഴിക്ക് ഒരു ചോക്ലേറ്റ് കൂടി മേടിച്ചു കേട്ടോ. ചെന്ന് കയറിയത് എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു 3 പേരും. അവർ ഒന്ന് സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ ഇതെടുത്ത് കൊടുത്തത്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷത്തിൽ ഓടി വന്ന് എന്താണെന്ന് പോലും ഒരു ഐഡിയ കാണൂല കേട്ടോ. എന്തായാലും 3 പേരും ഭയങ്കര സന്തോഷത്തിൽ ഇതെല്ലാം നുള്ളി എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് മോന് മനസ്സിലായി ഫോണാണ് എന്നുള്ള കാര്യം. മൂത്ത ആളിന് മനസ്സിലായത് ഫോണാണ്. എന്തായാലും അവൻ്റെ കയ്യിൽ തന്നെ കിട്ടി കേട്ടോ ആദ്യം ഫോണ്. അങ്ങനെ അവനും ഹാപ്പിയായി. രണ്ടാമത്തെ ആൾക്ക് ചോക്ലേറ്റ് കിട്ടി, അവനും ഹാപ്പിയാണ്. പിന്നെ ഇതാ കുഞ്ഞുവാവേനെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് അവസാനം അച്ഛനാണതൊന്ന് അൺബോക്സ് ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് 3 കാറുണ്ടായിരുന്നു. ഫോൺ മാത്രം 3 മേടിക്കാൻ പറ്റൂലല്ലോ അല്ലേ. ഇപ്പോഴത്തെ കാലയല്ലേ, മിസ്യൂസ് ചെയ്താലോ. ഞാൻ അവനോട് ചോദിക്കും എന്തിനാ മോനെ ഫോൺ മേടിച്ചത്, എന്തിനാണ് കുഞ്ഞാവ, എന്തിനാണ്? കുഞ്ഞാവയോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മക്കള് ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. ഇത് അവരെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.